ഈ ഓൾ വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. ഈ ബിരിയാണിക്കൊപ്പമൊക്കെ ഹോട്ടലിൽ കിട്ടുന്ന മഞ്ഞ നാരങ്ങ അച്ചാറില്ലേ, പലരും ചോദിക്കുന്ന റെസിപ്പിയാണത്. വീട്ടിൽ തന്നെ അതേ രുചിയിലും അതേ ഗ്ലോസി ഫിനിഷിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തോട്ടത്തിൽ തന്നെ നമ്മുടെ ഗാർഡനിലുണ്ടായ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെമൺ കൊണ്ടാണ് ഈ പിക്കിൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് മഞ്ഞ കളറുള്ള പിക്കിളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം പഴുത്ത് നല്ല മഞ്ഞ കളറുള്ള നാരങ്ങയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നല്ല സെലക്ട് ചെയ്തിട്ടുള്ള നാരങ്ങ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. കഴുകി നന്നായിട്ട് ടിഷ്യൂ പേപ്പറിൽ അതിനെ തുടച്ചെടുക്കണം. അതിലൊട്ടും ജലാംശം ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യേണ്ടത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ ആവിയിൽ വെച്ച് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആവിയിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും തന്നെ അത് വെന്ത് കിട്ടും. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, നെയ്ച്ചോറ്, ചപ്പാത്തി, പൊറോട്ട, കഞ്ഞി, സാധാരണ ചോറ് എല്ലാത്തിൻ്റെ കൂടെയും ഇത് നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. ഒരുപാട് എരിവുണ്ടാവില്ല, എന്നാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊന്ന് ഒരു 10 മിനിറ്റ് ആവിയിൽ വെക്കുമ്പോൾ അത് നന്നായിട്ട് നാരങ്ങ വീർത്ത് നല്ലതായിട്ട് ഫ്രഷായിട്ട് നല്ലതായിട്ടിരിക്കും. നമ്മളിനി അതിനകത്തോട്ട് മുറിച്ച് കുറച്ച് ഉപ്പ് തിരുമ്മി ഒരു ദിവസം വെച്ചാൽ നന്നായിരിക്കും. ഞാനൊരു 12 മണിക്കൂർ വെച്ചു. ഒന്ന് ഉച്ചക്കിട്ട് അടുത്ത ദിവസം വെച്ചു. അതിന് കൂട്ടത്തിൽ ഞാൻ കുറച്ചറിയാം കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയൊക്കെയുള്ള വളരെ മിനിമം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ഇത് ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയായിരിക്കും ടേസ്റ്റ്. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ നല്ലെണ്ണ എടുക്കാം. അതിന് നമുക്ക് കടുകും ഉലുവയും ഇട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടണ വരെ, ഉലുവയുടെ സ്മെല്ല് വന്ന് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കാന്താരി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങ മുറിച്ചതുണ്ടല്ലോ, അതും ഇതിൽ കൂടി ചേർക്കാം. ഞാനിതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, മഞ്ഞൾപ്പൊടി ഇടും ചിലവർ. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല. കാരണം നല്ല പഴുത്ത മഞ്ഞ കളറുള്ള നാരങ്ങ ആയതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കളറിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഫ്രഷ് കൂടിയല്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നാരങ്ങ അതിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാവില്ലേ, ആ ജ്യൂസും ഇതിനകത്തൊരു 2 സ്പൂൺ ഞാൻ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി അതും കൂടി ചേർക്കുക. ചേർത്ത് കുറച്ച് സമയത്തിന് അത് വേവണം. സിമ്മിൽ വെച്ചൊന്ന് വേവിക്കുക. കുറച്ച് എത്ര ആവശ്യമുണ്ട് ഉപ്പ് നമ്മൾ ഇടണം കേട്ടോ. കുറച്ചുകൂടി ഉപ്പിടണം. ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു 5 മിനിറ്റ് കേട്ടോ, കൂടുതലൊന്നും സോട്ടേ ചെയ്യേണ്ട. ഓൾറെഡി നാരങ്ങ അതിൽ പിടിച്ചിരിക്കുന്നതാണ്. കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് സോട്ടേ ചെയ്തത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള അച്ചാർ റെഡിയാവും. അപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ. ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം. അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ ആൻഡ് വെരി ഹാപ്പി കുക്കിംഗ്. ബൈ.